ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാകുന്നതൊക്കെ എന്നൊക്കെയാണ് നമ്മളിവിടെ നിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരുടെ ചിന്തകളിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. അതായത് ഇവരെപ്പോഴും കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് നന്നായി സംസാരിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഇവർ നിങ്ങളെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആവശ്യത്തിന് മാത്രം മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടാവുള്ളായിരിക്കാം. അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരങ്ങനെയല്ല കാണുന്നത്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് വളരെയധികം വിഷമമാണ് തോന്നുന്നത്. കാരണം ഇവർക്കും അതേപോലെ തന്നെ ആ ഒരു കെയർ ഇവർക്കും അതേപോലെ തന്നെ കൂടുതലും കിട്ടണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കുന്നത്, തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വിഷമവും ദേഷ്യവും നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്ക് ഉണ്ട്. പിന്നെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ചിലപ്പോൾ അത് സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകൾ, അതായത് ഇവർ ചിന്തിക്കുന്ന രീതി വേറെയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പോലും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇവർ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നിങ്ങളത് മാക്സിമം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്, അതായത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും, അതായത് പറയാൻ അറിയില്ലാത്ത ആൾക്കാർ, അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനിപ്പിക്കാനായിട്ട് എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഒരു ഇതായിരിക്കും നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഇവർക്ക് കിട്ടുന്നില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഫോണിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, നിങ്ങളെ ഇവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ കൂടുതലും ചിന്തിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കുറേ കാര്യങ്ങളിൽ നിങ്ങളോട് അതൊക്കെ പറയണം, അല്ലെങ്കിൽ നിങ്ങളത് ഇവരെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളത് മനസ്സിലാക്കി എടുക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാനൊന്നും നമുക്ക് കഴിവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവരെ സ്നേഹിക്കുന്നില്ല, അതായത് നിങ്ങളിവർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് തൻ്റെ ചിന്തകളെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് എന്നാണ് ഇവരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് വന്ന് മിണ്ടാനോ ഒന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ താല്പര്യമില്ലാതെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് അങ്ങനെയാണ് ഇവരിവിടെ നിൽക്കുന്നത്. അതായത് ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാനായിട്ട് പോലും ഇവർ ശ്രമിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവർ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, എന്നെ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ പരാതി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഹെൽത്ത് പരമായിട്ട് കുറച്ച് ഇപ്പോൾ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരാൻ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. കാരണം ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ മര്യാദക്ക് ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ
ഇവിടെ കാർഡ്സും പറയുന്നത് നിങ്ങൾ കാമായിട്ട് ഈ വ്യക്തിയോട് സംസാരിക്കൂ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് മെസ്സേജിലൂടെയോ ഒന്നും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് യാതൊരു ഗുണവും ഇവിടെ കാണുന്നില്ല. നിങ്ങൾ ഈ വ്യക്തിയെ നേരിൽ കണ്ട് തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ ആ ഒരു സിറ്റുവേഷൻ മാറുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊന്ന് വിളിക്കാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഒരു 10 മിനിറ്റിനുള്ളിൽ കണ്ടില്ലെങ്കിൽ അപ്പോൾക്ക് ഇവർ ചിന്തിച്ചു പോകുന്നത് വേറെ രീതിയിലേക്കാണ്. അതായത് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ? കാരണം ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഓക്കെ, ഇവരുടെ ആ ഒരു മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ചിലപ്പോൾ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇവരുടെ ഇതിൽ കാണാം. ഓക്കെ, അതായത് ഫാമിലി പരമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ മെൻ്റലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ വ്യക്തിയെ പറ്റിക്കുകയാണോ എന്നൊക്കെ ഇവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് നേരിൽ കണ്ട് മാത്രം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഇവരെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്ന് തന്നെ പറയാം. അതായത് ഇവർക്കുള്ള തെറ്റിദ്ധാരണകൾ എന്താണെന്ന് എണ്ണി ഇവരോട് ചോദിക്കുക എന്ന് മാത്രമാണ്. ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഇവരെ വിഷമിപ്പിച്ചിട്ടൊക്കെ ഒരു കാര്യവുമില്ല. കാരണം ഇവർക്ക് ഓൾറെഡി ഇവർ വളരെയധികം വീക്കായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുമോ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ വ്യക്തി പിൻവലിഞ്ഞ് നിൽക്കുന്നു. അതായത് ഇമോഷണലി ഒട്ടും ആരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഇവരുടെ ഉള്ളിൽ എന്താണോ ഓടുന്നത്, അത് ഇവരുടെ മനസ്സിൽ എന്താണോ നടക്കുന്നത് അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാലേ ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി ബെറ്റർ ആവുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ലവേഴ്സ് കാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു പവർഫുൾ കപ്പിൾ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുൾ കപ്പിളൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ തമ്മിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, ഓക്കെ, നിങ്ങളുടെ പൂർവികരിൽ നിന്നും പിന്നെ നിങ്ങളുടെ മുത്തച്ഛൻ, അമ്മാമ്മ, അങ്ങനെ അവരുടെയൊക്കെ നല്ല ബ്ലെസ്സിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ബ്ലെസ്സിങ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് ഭവിക്കില്ല എന്ന് തന്നെയാണ്. അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, അതായത് ലവിൽ നിങ്ങൾ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഈ പറഞ്ഞ രീതിയിൽ, അതായത് നമ്മളൊന്ന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ വ്യക്തിയെ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണമെന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും ഇവർ ചിന്തിക്കുന്നത് ഈ വ്യക്തിയെ വേണ്ട, നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണ്ട, നിങ്ങൾക്ക് വേറെ ആരോ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്കുള്ളത്. അതായത് അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ ഒന്നുമല്ല. കാരണം അവരുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അവർക്ക് കുറവുള്ളത് കൊണ്ടാണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സമാധാനിപ്പിക്കുക. ഏറ്റവും ആദ്യം സമാധാനിപ്പിക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സന്തോഷം ഇനി നഷ്ടപ്പെടോ എന്നുള്ളൊരു വെപ്രാളമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക,
ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കണോ വേണ്ടേ. ആദ്യം വിചാരിക്കും ക്ഷമിക്കാം, ഞാൻ തിരിച്ചു പോയി മെസ്സേജ് അയക്കാം, അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളോട് ഇനി സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ടോണിൻ്റെ ആവാം. ഓക്കെ, അതായത് ഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ കാണുന്നില്ല. അവർക്ക് നേരിട്ട് കണ്ട് നിങ്ങളെ സംസാരിച്ച്, അതായത് നിങ്ങളുടെ റിയാക്ഷൻ കാണണം അവർക്ക്. ഓക്കെ, അതായത് നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ അവർക്ക് കാണണം, അവർക്കത് ബോധ്യപ്പെടണം പൂർണ്ണമായിട്ടും. അതാണ് ഇവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് നിങ്ങളെ നേരിട്ട് കാണണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർവികരിൽ നിന്നുള്ള അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര മോശമായ രീതിയിലൊന്നും ഈ ഒരു റിലേഷൻഷിപ്പൊന്നും വന്ന് ഭവിക്കാനൊന്നും പോകുന്നില്ല. അത് കൂടുതലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പവർഫുൾ ആവാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ മറ്റുള്ളവർ നോക്കി അസൂയപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു ലവ് മാറാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈ വ്യക്തിയോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് ദേഷ്യപ്പെടാതിരിക്കുക, സമാധാനത്തിൽ അവരിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒരു സൈനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റീഡിങ്. താങ്ക് യു.